കഥ പറയാം. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കഥ. കോളേജ് മാഗസിൻ ഉണ്ടായ കഥ. മാഗസിൻ്റെ ആദ്യ ആക്ഷനെ കുറിച്ച് അന്ന് സീനിയേഴ്സിനെ മനസ്സിൽ ധ്യാനിച്ച് ഞങ്ങൾ തുടങ്ങി. ക്ലാസ്സിലെ ബുദ്ധിജീവികൾ ഒത്തുചേർന്നു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ പിന്നെ ചാറ പാറ ഡിസ്കഷൻ. ഇത് കോട്ടയത്തിൻ്റെ, ഇത് കോഴിക്കോടിൻ്റെ, ഇത് നമ്മുടെ സീനിയേഴ്സിൻ്റെ, ഇത് പയ്യന്നൂരിൻ്റെ. എഡിറ്റോറിയൽ ടീമിന്റെ മുഴുവൻ രൗദ്രഭാവം വായിച്ച ഈ മൂർത്തിക്ക് ഇപ്പോ പേര് എഡിറ്റർ എന്നാണ്. കാണ് എടി, ഇതുപോലെ ഒരെണ്ണം മതിയോ നമുക്കും? ഇതുപോലൊന്നും അല്ല, അതുക്കും മേലെ. 1, 2, 3 ആർട്ടിക്കിൾസ് നാളെ കൊണ്ട് കിട്ടിയിരിക്കണം. ഒന്നും പറയാൻ പറ്റില്ല. ദാ ഇതുപോലെ നിങ്ങളുടെ ബാച്ചിൽ നിന്ന് കിട്ടിയിരിക്കണം. മനസ്സിലായോ? എന്തിയടാ നിന്റെ അടുത്ത് പറഞ്ഞ ആർട്ടിക്കിള്? എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ആർട്ടിക്കിൾസിന് വേണ്ടി ഞങ്ങൾ നടത്തിയ വേട്ടയിൽ ഇതുപോലെ പല മുറകൾ ഞങ്ങൾക്ക് പയറ്റേണ്ടി വന്നു. ആർട്ടിക്കിൾസ് റെഡി. ഇനി ഇതിനൊക്കെ ഫണ്ട് ഒപ്പിക്കാൻ ആൾ വേണ്ടേ? ബെന്നെ മാഗസിന്റെ കാര്യത്തിന് ജിതിനെ പോണേ. ജോസഫേ, മാഗസിൻ അമ്മ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ശില്പ, നീ ഒന്നും മിണ്ടാതിരി. നീ ഇതൊക്കെ വിട്. നമുക്ക് നമ്മുടെ ബാച്ചിലെ ഒരു പണിയില്ലാത്തവന്മാരെ പിടിക്കാതിന്. ഈ അമലയില് മൊത്തം ആടാണല്ലോ. എന്തിനാണാവോ? ഇവിടുത്തെ ബംഗാളികളുള്ള പണിയും വേണ്ടേ, പിന്നെ പാലം കിട്ടും. എടാ 2 കപ്പലുണ്ട് കടാ. കപ്പലുണ്ടൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാവണേ? അത് കുഴിച്ചെടുക്കുന്നതാടാ. ഒന്ന് പോടാ, ഇത്ര ചെറിയ ഞാനും കുഴിച്ചെടുക്കാനോ? ഈടാ ഇത്ര നേരമായിട്ട് ഒരു ഒറ്റ പെണ്ണുങ്ങളെ കൊണ്ട് കാണാനില്ലടാ. എടാ, ഇനി നമ്മളിവിടെ ഇരുന്നിട്ടാണ്. എടാ ഡാ, എന്താണ്? ഒരു കാര്യം പറയാനുണ്ടോ, ഒന്ന് ഇറങ്ങി വരാവോ? എന്താണ് സീൻ? വേണമെങ്കിൽ കയറുവാ. ഇടുവാ. എന്തിനാണോ? എടാ, നമുക്ക് മാഗസിൻ ഇറക്കണ്ടേ? അതിന് പൈസ വേണം, പരസ്യവും വേണം. നിങ്ങക്ക് നാളെ തൊട്ടൊന്ന് ഇറങ്ങാവോ? പറ്റില്ല. നാളെ വെള്ളിയാഴ്ച, നാളെ ലാലേട്ടന്റെ പടം റിലീസാണ്. നാളെ നടക്കൂല മോളെ. എടാ ഒന്ന് ശരിയാക്കി താടാ. അല്ല, ഈ ഫണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര ഉദ്ദേശിക്കണേ? എടാ, കുറച്ച് പൈസ മതിയെന്നേ. നമുക്ക് മാഗസിൻ ഇറക്കാൻ ഒരു 2 ലക്ഷം, പിന്നെ ഒരു റിലീസിനൊരു 50,000, അങ്ങനെ ആകെ മൊത്തം ഒരു 3 ലക്ഷം. തമാശ വീട്, ഞാൻ സീരിയസാ. അല്ല മോളെ, കോളേജിന് കാശ് തരൂലേ? കോളേജിൽ നിന്ന് 25,000 രൂപ തരും. അപ്പൊ 3,20,000 പോയാ 2,60,50,000. 65,000 75,000. യെസ്, 2,85,000. നീ ഇവന്മാരെയൊക്കെയാണോ അക്കൗണ്ട്സിന്റെ കാര്യം ഏൽപ്പിക്കാൻ പോണേ? അപ്പൊ എഡിറ്റർ ധൈര്യമായിട്ട് വിട്ടോ, ഈ കാര്യം ഞങ്ങൾ ഏറ്റു. ഒരു കട വടക്കേശാലാണ്, വേറൊന്ന് ശക്തനുണ്ട്, വേറെ പറഞ്ഞ റൗണ്ടിലും. ഇതൊക്കെ നടന്നെത്തോ? ബസ്സിൽ കയറിപ്പോയാലൊന്നും ഇത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പോണത്തോളം പോട്ടെ. എത്തി 1, 2, 3, 4, 5. എന്താ കാര്യം? ഞങ്ങൾ അമലേന്ന് വരികയാണ്. കോളേജ് മാഗസിന്റെ കാര്യത്തിന് വരികയാണ്. മാഗസിനാ? എന്ത് മാഗസിൻ? എത്ര കോപ്പിയാണ് നിങ്ങൾ അടിക്കണേ? ഒരു 2,000 കോപ്പിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കണം. അല്ലല്ല, ഒരു 5,000 കോപ്പി അടിക്കും. എന്റെ പൊന്നു മക്കളെ, ആദ്യം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്ത്, എന്നിട്ട് വാ. ആവശ്യത്തിന് പ്രൊമോഷനൊക്കെ ആയി, ഇനിയിപ്പോ വേണ്ടത് കയ്യിലൊരു നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നഞ്ച് വാങ്ങി
പണി പാളി. പെട്രോള് തീർന്നാ തോന്നണേ. അങ്ങനെ ശരിയോ? കഴിഞ്ഞ ആഴ്ച 50 രൂപ അടിച്ചില്ലേ? നോക്കി നിൽക്കാതെ ഇറങ്ങി തള്ളടാ. മൊത്തം നാറ്റക്കേസ് ആയാലോടാ. വാ വാ തള്ളു തള്ളു. കാലിയടിച്ചൊരു വയറാണ്, കണ്ടേടത്ത് നടപ്പാണ്. കാലിയടിച്ചൊരു വയറാണ്, കണ്ടേടത്ത് നടപ്പാണ്. തൊള്ള പൊളിക്കണ പൈസ നിന്നുടെ പള്ളയൊഴിഞ്ഞു. ചേട്ടാ 5 നാരങ്ങ വെള്ളം. 5 ആർക്കാണ്? നെല്ല് കാശുണ്ടാ? ഫണ്ടില്ല ചേട്ടാ, ഒരെണ്ണം മതി. ഒരെണ്ണോ? ഒരെണ്ണം മതി അത് മതി. ഓഹോ തിന്നാൻ പോലും നയാ പൈസയില്ല, നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല, പിന്നെ നയാ പൈസയില്ല. എടാ, നമ്മുടെ ഡീലിങ്സ് മൊത്തം നെഗറ്റീവ് ആണല്ലടാ. എന്താടാ നമുക്ക് പറ്റിയേ? ചിലപ്പോൾ നമ്മുടെ അപ്പുറം ശരിയല്ലായിരിക്കും. ചില കാര്യങ്ങളൊക്കെ മാറ്റാണ്ട്. എടാ, ഇവിടെ ഇരിക്കുമ്പോ തന്നെയുണ്ടല്ലോ ഒരു പോസിറ്റീവ് ഫീലിംഗ്. ശരിയാ, നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു ബ്രോഷറാണ്. ആദ്യം നമ്മുടെ അപ്പിയറൻസ് തന്നെ അങ്ങ് മാറ്റണം. ഇതൊക്കെ നടക്കുമോ? നടക്കാതെ എവിടെ പോകാനാണ്? ജസ്റ്റ് ഫോക്കസ് ഓൺ ദ വർക്ക്, ദ റിസൾട്ട് വിൽ കം. പിന്നീട് അങ്ങോട്ട് മൊത്തം പോസിറ്റീവായിരുന്നു. ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകുന്നതായിരുന്നു ഓരോ സൂര്യോദയവും. എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കനൽ നെഞ്ചിനകത്ത് പടർന്നു പിടിച്ചത് പടപൊരുതുവാൻ വെറി പിടിച്ചു കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ കഥകിൽ മുട്ടി പിളിച്ചത് പോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും ഇനി പതറുകിൽ ഒരു ചുവടിലും തീയിൽ വാർത്തെടുത്തു വെച്ച ആയുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നു 4 ദിക്കിലും ഇരുൾ നിറഞ്ഞു വീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോൾ എതിരെ നിൽക്കുന്നയാളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. അമല പോലുള്ള റെപ്യൂട്ടഡ് കോളേജിന്റെ മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് മെഡിക്കൽ സ്റ്റുഡൻസ്, PGs, ഹൗസ് സർജൻസ്, അത്രത്തോളം തന്നെ ഡോക്ടേഴ്സും. കേരളത്തിൽ തന്നെ ഒരുവിധം എല്ലാ CM ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് ലൈബ്രറീസ്, യൂണിവേഴ്സിറ്റികൾ അത്രത്തോളം ഉണ്ട് സാർ ഇതിൻ്റെ റീച്ച് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് തന്നെ സാറിന് മനസ്സിലാവല്ലോ ഈ അഡ്വർടൈസ്മെന്റ് കൊണ്ട് സാറിന്റെ ഫേമിനുണ്ടാവുന്ന പബ്ലിസിറ്റി അത് വളരെ വലുതായിരിക്കും. അല്ല മക്കളെ, ഇതൊക്കെ നടക്കാൻ പോണ കാര്യമാണോ? എന്റെ ജോസേട്ടാ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കോളേജ് മാഗസിന്റെ റീച്ച് എന്ന് പറഞ്ഞാല് അത് അമലയല്ല, തൃശ്ശൂരല്ല, കേരളമല്ല, സൗത്ത് ഇന്ത്യ ആണ്. സൗത്ത് ഇന്ത്യ അത് പൊളിച്ചൂട്ടാ. ഇതെന്തായാലും നമ്മളിത് ചെയ്യും. ഇവിടെ വിധിയെ മറികടന്നു പതിയെ പോയ കാലം ചൂണ്ടെടുത്തത് ഞാൻ പിടിച്ചെടുക്കും അത് തിരികെ വഴങ്ങില്ല മരിക്കും വരെ ഈ പതനത്തിൽ പടിവാതിലരികെ തിരിച്ചു ഞാൻ നടന്നു തുടങ്ങി ഇനി യാത്ര വിജയ. അങ്ങനെ വടക്കുന്നാഥിന്റെ മണ്ണിലെ പൂരത്തിന് കൊടിയിറങ്ങി. പിന്നീടുള്ള ആറാട്ടവും പൂരവും ഒക്കെ അങ്ങ് അമലയിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് അമലയിലെ ഓരോ കോണുകളും സംഘർഷഭരിതമായിരുന്നു. എങ്ങും വെട്ടും കുത്തും കോമയും. പിന്നീട് ഈ കൊട്ടേഷൻ സ്റ്റാഫ് എഡിറ്റേഴ്സിന് കൈമാറി. മൈക്രോസ്കോപ്പിന് വരുന്ന സൂക്ഷ്മതയോടെ സുശീല മാം ആർട്ടിക്കിൾസിന്റെ മുക്കും മൂലയും അരിച്ചുറക്കി. പാർക്ക് വെച്ച് അമ്മാനമടന്ന ജോൺ സാറിന് ഇതൊക്കെ നിസ്സാരം. കേട്ടറിവിനേക്കാൾ വലുതായിരുന്നു ദീപു സാർ എന്ന സത്യം. അക്ഷരത്താളിൽ ഒളിഞ്ഞിരുന്ന തെറ്റുകൾക്ക് അന്തകനാവാൻ അവതാരമെടുത്തവൻ. ഇമ്മടെ കഷ്ടപ്പാടിനൊപ്പം നിൽക്കുകയും ആപത്ത് സമയത്ത് കൈ തന്ന് സഹായിക്കുന്നവരാണ് ഒറിജിനൽ പുണ്യാളന്മാർ. നമ്മുടെ കുരിശേരച്ചനും ജൂലിയസ് അച്ഛനും പ്രിൻസിപ്പളും പിന്നെ നമ്മളെ മാത്രം സ്നേഹിക്കണ കുറേ ടീച്ചേഴ്സും.
ഇവരൊക്കെ ഏട്ടാ യഥാർത്ഥ പുണ്യാളന്മാര്. ആഡ്വൈസ് മീഡിയ ഹട്ട് ഞങ്ങളുടെ ഡിസൈനിങ് ടീം. ഞങ്ങൾ ചിന്തിച്ചു തീരുന്നിടത്ത് അവർ പ്രവർത്തിച്ചു തുടങ്ങി. പിന്നീട് എബനസറിൻ്റെ പ്രിൻ്ററുകൾ ചലിച്ചു തുടങ്ങിയതോടെ ഞങ്ങളുടെ 1 വർഷത്തെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മാഗസിൻ ഉണ്ടായ കഥ. വെറുതെ ഓരോ പേജുകൾ മറിച്ചുവിടാതെ കഴിയുമെങ്കിൽ വരികൾക്കിടയിലൂടെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ അതിനിടയിൽ നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളെ തന്നെയായിരിക്കാം. ഒരു തുറന്ന വിചാരണയ്ക്കായി ഈ മാഗസിൻ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു.